പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന് ഏതാണ്ട് 175 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്ക് അധിനിവേശത്താൽ മതപീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയഭേദകമായ യാതനകളുടെ ചരിത്രം കൂടിയാണ് പഴയ നിയമത്തിലെ മഖബായരുടെ 2 ഗ്രന്ഥങ്ങളും. യഹൂദജനത്തിൻ്റെ ഏകദൈവ വിശ്വാസവും ദൈവകൽപ്പനകളും ഉപേക്ഷിച്ച് ഗ്രീക്ക് ദേവന്മാരെയും ദേവതകളെയും ആരാധിച്ച് എല്ലാവരും ഒരൊറ്റ ജനതയായി തീരണമെന്ന് അന്ത്യോക്യോസ് എപ്പിഫാനസ് രാജാവ് ഇസ്രായേലിലെങ്ങും കൽപ്പന പുറപ്പെടുവിച്ചു. ഇസ്രായേൽ വളരെ പേർ രാജാവിൻ്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. എന്നാൽ കർത്താവായ യഹോവയിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് എതിർത്ത് നിന്നവർ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. പരിച്ഛേദനം ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മമാരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. നിയമഗ്രന്ഥങ്ങൾ തെരുവിൽ രാജകങ്കരന്മാർ തീയിട്ട് നശിപ്പിച്ചു. പുരോഹിതനായ മത്താത്തിയാസും അവൻ്റെ 5 പുത്രന്മാരും യവനാചാരങ്ങളോട് എതിർത്ത് പോരാടാൻ മക്കബായർ എന്ന പേരിൽ സംഘടിച്ചു. നഗരത്തിലുള്ള തന്താങ്ങളുടെ സ്വത്തുവകൾ ഉപേക്ഷിച്ച് മലമുകളിലുള്ള ഒളിസങ്കേതങ്ങളിലേക്ക് ഓടിപ്പോയി. അന്ത്യോക്യോസ് രാജാവിൻ്റെ മുമ്പിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെയും പിതാക്കന്മാരുടെ നിയമങ്ങളുടെയും തീഷ്ണതയാൽ ജ്വലിച്ച ഒരമ്മയുടെയും അവരുടെ 7 പുത്രന്മാരുടെ അത്ഭുതകരമായ ചെറുത്തുനിൽപ്പിൻ്റെ സാക്ഷ്യവിവരണമാണ് 2 മക്കബായർ 7-ാം അധ്യായത്തിൽ നാം ഇന്ന് ധ്യാനിക്കുന്ന ഇന്നത്തെ ചിന്താവചനം. ആ അമ്മയെയും അവരുടെ 7 പുത്രന്മാരെയും ബന്ധിച്ച് രാജസേവകന്മാർ കൊട്ടാരത്തിലെത്തിച്ചു. യഹൂദർക്ക് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കാൻ രാജാവ് അവരെ നിർബന്ധിച്ചു. പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിച്ച് ദൈവം നിഷിദ്ധമാക്കിയ അശുദ്ധ മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ മരിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന് ആ അമ്മയുടെ 7 പുത്രന്മാർ ഒരേ സ്വരത്തിൽ രാജാവിനെ അറിയിച്ചു. ഇത് കേട്ട് കോപാക്രാന്തനായ രാജാവ് മൂത്തപുത്രൻ്റെ കൈകാലുകൾ ഛേദിച്ചു കളയുവാനും ശിരസിലെ ചർമ്മം ഉരിഞ്ഞെടുക്കുവാൻ ഉത്തരവിട്ടു. സഹോദരന്മാരും ആ അമ്മയും ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ രാജാവിൻ്റെ കോപം ഇരട്ടിച്ചു. മൂത്ത സഹോദരനെ ജീവനോടെ വറചട്ടിയിലിട്ട് പൊരിക്കാൻ രാജാവ് ആവശ്യപ്പെട്ടു. മൂത്ത മകൻ്റെ ജീവനുള്ള ശരീരം വറചട്ടിയിൽ വെന്തുരുകുന്നത് കണ്ടിട്ടും ആ അമ്മ ശ്രേഷ്ഠമായ മരണം വരിക്കാൻ മക്കൾക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തൻ്റെ 7 മക്കളെയും അതിക്രൂരമായ മരണത്തിന് വിട്ടുകൊടുത്ത് ആ അമ്മ കർത്താവിലുള്ള വിശ്വാസം, അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രത്യാശയിൽ മനസ്സുറപ്പിച്ചും പ്രാർത്ഥിച്ചു. എൻ്റെ മക്കൾക്ക് ജീവശ്വാസവും അവയവങ്ങളും നൽകിയത് ഞാനല്ല, അത് ലോകസൃഷ്ടാവാണ്. അവൻ്റെ നിയമത്തെ പ്രതി എൻ്റെ മക്കൾ അവരെ തന്നെ വിസ്മരിച്ച് മരണം വരിച്ചെങ്കിൽ അവൻ്റെ കാരുണ്യത്താൽ എൻ്റെ 7 മക്കൾക്കും ജീവനും വിശ്വാസവും എൻ്റെ കർത്താവ് വീണ്ടും നൽകും. പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യജീവൻ്റെ മുൻവാസ്വാദനമാണ് ആ യഹൂദ അമ്മയുടെ വാക്കുകളിലൂടെ യേശുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം കേട്ടത്. യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അവകാശികളായ നമ്മൾക്കും അതുപോലെ പ്രാർത്ഥിക്കാം.